ഹായ് നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീവിദ്യ. നമ്മുടെ ഇന്റർവ്യൂ സീരീസ് എപ്പിസോഡ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗസ്റ്റായി വന്നിരിക്കുന്നത് ആതിര വർഗീസ് ആണ്. ആതിര വർഗീസ് എൻ്റെ കൂടെ 3-4 മന്ത്സ് എൻ്റെ മൈൻഡ് മാസ്റ്ററി വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആതിരയുടെ ജേർണി എങ്ങനെയെന്ന് നമുക്ക് ഈ ഇന്റർവ്യൂയിലൂടെ നമുക്ക് നോക്കി കാണാം. ആതിര ഈ ഒരു ക്ലാസ്സിൽ വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു ആതിരയുടെ ലൈഫ്, ക്ലാസ്സിലൂടെ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി എന്നുള്ളത് നമുക്കിപ്പോൾ ഒന്ന് സംസാരിച്ച് മനസ്സിലാക്കി നോക്കാം. ഓക്കെ ആതിര, വെൽക്കം. ഹായ് മാം, താങ്ക് യു. ഹായ് ആതിര, എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഞാൻ ഇസ്രായേലിലാണ്. ഞാൻ ഇസ്രായേലില് കെയർ ഗിവർ സെക്ടറിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. ഉം ഉം ഉം. നാട്ടില് ഞാന് ഓക്കെ. കണ്ണൂരാണ് എൻ്റെ പേര്. ഇസ്രയേലിൽ ഇപ്പം സേഫ് അല്ലേ? വാർ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ, ഉം. അതുകൊണ്ടാണ് ചോദിച്ചത്. സേഫ് ആണോ? ഇപ്പൊ വരെ ഓക്കെയാ, കുഴപ്പമില്ല. കുഴപ്പമില്ല. അവിടെയുള്ള എല്ലാവരും, അറിയുന്ന ആൾക്കാരൊക്കെ സേഫ് ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ സിറ്റിയിൽ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു വാർണിംഗ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഗവൺമെന്റിന്ന്? ഗവൺമെന്റിന്റെ വാണിംഗ് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് അലേർട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഒരു ഇവര് മിസൈൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ഹാഫ് ആൻ അവർ ബിഫോറിൽ ഇവര് അലേർട്ട് തരും. നമുക്ക് അപ്പത്തേക്കും നമ്മൾ പുറത്തൊക്കെ ആണെങ്കിൽ ഓടി വന്ന് കയറി സേഫ് ആയി ബംഗാളിൽ ഇരിക്കാനുള്ള അല്ലെങ്കിൽ സേഫ്റ്റി റൂമിൽ പോകാനുള്ള ഒരു ടൈം തരും. അങ്ങനെ തരും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ആതിരക്ക് ഇപ്പൊ അങ്ങനെ ഇപ്പൊ സേഫ് ആണ്. പേടിയുണ്ടോ? പണ്ടത്തെ ആതിരയാണ് പേടിച്ചേനല്ലേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. ഇപ്പോഴത്തെ ആതിര എങ്ങനെയാണ്? പണ്ടുണ്ടായ ക്ലാസ്സിന് മുന്നേ ഉള്ള ആതിരേനേക്കാളും ഇപ്പോൾ ഉള്ള ആതിരയിലേക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പത്തെ ആതിര ഭയങ്കര കോൺഫിഡന്റ് ആണ്. എല്ലാ കാര്യങ്ങളും ഓക്കെ വരുമ്പോ കാണാം, അതൊക്കെ ഓക്കെ വരുന്നിടത്ത് കാണാം, എന്ത് വന്നാലും അതിനെ ഓവർകം എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓക്കെ എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്താണെങ്കിലും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് എന്നിൽ തന്നെ ഉണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ക്ലാസ്സിലേക്ക് വരാനുണ്ടായ ആ ഒരു സാഹചര്യം എന്താണ്? ഇമോഷണലി ക്ലാസ് ആ ഒരു എന്താണെന്നുള്ള ഇൻസിഡന്റ് റിവീൽ ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ റിവീൽ ചെയ്യേണ്ട, പക്ഷെ ഇമോഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് പറയുക. ഞാൻ ക്ലാസ്സിലോട്ട് വരുന്നതിന് മുമ്പ് എന്റെ ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര വീക്കായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് 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 എനിക്ക് പെട്ടെന്ന് എനിക്ക് ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു തീർക്കും. ഉം. കരഞ്ഞ് 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 രാത്രി പോലും ഉറക്കം കിട്ടാതെ ഇങ്ങനെ കരയുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് കുറെ ട്രോമാസ് ഉണ്ട്. അപ്പം എനിക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. ഞാൻ വെറുതെ കരഞ്ഞ് എന്റെ ദിവസം തീർക്കുക അല്ലാതെ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരിതോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സമയം എടുക്കണമെന്നോ ഒന്നും എനിക്കില്ല. വെറുതെ ഇരുന്ന് കരഞ്ഞ് ദിവസം തീർക്കുക എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഞാൻ മാമിന്റെ ക്ലാസ്സിലോട്ട് വരുന്നത്. മാമിന്റെ ക്ലാസ്സിലോട്ട് ഞാൻ വരുന്നത് ഞാനിങ്ങനെ ഇതിനു മുമ്പ് എനിക്ക് കുറെ എന്താ കൗൺസിലിങ്ങും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറെ പേരെ ഞാൻ അപ്രോച്ച് ചെയ്തപ്പോ ഒന്നും എനിക്ക് അവരുടെ അടുത്ത് നിന്നൊന്നും ഒരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തപ്പം മാമിന്റെ ഒരു വീഡിയോ കാണാനിടയാവുന്നത്. അപ്പോ നമുക്ക് നോക്കാം എന്നുള്ള ഒരു വിധത്തിൽ ഞാൻ വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെ ചെയ്തതാണ്. ഉം. അൺഫോർച്ചുനേറ്റ്ലി എന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് എനിക്ക് വന്നു മാമിന്റെ ഗൈഡ് ലൈൻസ് കൊണ്ട്. സോ മച്ച് ആതിര. അപ്പോ എന്റെ ആ റീല് കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോഴും ആതിര ചിന്തിച്ചിരുന്നോ, അയ്യോ ഞാൻ മുന്നേ അറ്റൻഡ് ചെയ്ത കൗൺസിലിംഗ് പോലെ ആകുമോ ഇത്, അതോ ഇതിൽ എനിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ ഇതിൽ ക്ലാസ്സിൽ വരുന്നതിന്? അങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ രണ്ടു മൂന്ന് പേരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് നോക്കാം എന്നുള്ള ഒരു വിധത്തിലായിരുന്നു ഞാൻ വന്നത്. ജസ്റ്റ് എന്താന്ന് അറിയാലോ ലാസ്റ്റ് ഒരു ഇതെന്നുള്ള രീതിയിൽ വന്നതാണ് അല്ലേ ക്ലാസ്സിൽ? അപ്പൊ ക്ലാസ്സിൽ ഗ്രൂപ്പിലല്ലേ ആദ്യം വന്നത്, പിന്നെയല്ലേ പേഴ്സണൽ സെഷൻ എടുത്തത്? ഗ്രൂപ്പിൽ ആദ്യം വന്ന് ഗ്രൂപ്പിൽ വന്നപ്പോ എന്ത് തോന്നി? ആദ്യത്തെ 1-2 ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ എന്ത് തോന്നി? അതുപോലെ എപ്പോഴാണ് ഞാൻ മാറുന്നുണ്ട് എന്നുള്ളത് റിയലൈസ് ചെയ്തത്? ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു എനിക്കൊരു എല്ലാരെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. ഒരു സമൂഹത്തിന് മുന്നിൽ അറിയാത്ത കുറെ ആൾക്കാരുടെ മുന്നിൽ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഒരു മടിയുള്ള കൂട്ടത്തിലാണ്. എനിക്ക് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഞാൻ അങ്ങനെ സംസാരിക്കാറുള്ളൂ. അല്ലാത്തവരുടെ അടുത്ത് ഞാൻ അങ്ങനെ സംസാരിക്കാൻ നിൽക്കാറില്ല. ഞാൻ അങ്ങനെ മാറി 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 നിൽക്കാറേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇതിൽ വന്നു കഴിഞ്ഞപ്പോ
ഞാൻ അറിയാതെ തന്നെ വീഡിയോ ഓപ്പൺ ചെയ്ത് ആദ്യമൊക്കെ എനിക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ ഭയങ്കര മടിയൊക്കെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് പിന്നെ ഓക്കെ ഞാൻ ഈ ഡാൻസ് കളിക്കാനും സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനായിട്ട് എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നു. അതാണ് എന്റെ ഏറ്റവും ആദ്യത്തെ മാറ്റം. ഉം. അപ്പോ ചുറ്റുമുള്ളവര് പറയാൻ തുടങ്ങി, ആതിര നീ ഒരുപാട് മാറി എന്ന് പറയാൻ തുടങ്ങി അല്ലേ? ആ, എനിക്ക് അവരെന്ത് ചിന്തിക്കും, അവരെങ്ങനെയായിരിക്കും, ഞാനിപ്പോ സംസാരിച്ച അവരെന്നാ ചിന്തിക്കും, അവരങ്ങനെ ചിന്തിക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെ ആകോ, എങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ട് സംസാരിക്കുമ്പോ. അത് ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് അത് മാറി. ഇപ്പം എന്റെ ഫ്രണ്ട്സ് തന്നെ പറയും, ഓ നിനക്ക് ഒരുപാട് മാറ്റം വന്നു. എന്റെ മാറ്റം കണ്ടിട്ട് തന്നെ വേറൊരു ചേച്ചി ഇതിലോട്ട് ജോയിൻ ആവുകയും ചെയ്തു. വാവ്, ഓക്കെ. അപ്പൊ ആതിര സ്വയം മാറിയതല്ലാതെ ചുറ്റുമുള്ളവരെ മാറ്റാൻ നോക്കിയിട്ടുണ്ട് അല്ലേ? ആ ഒരു ഇത് യെസ്, എല്ലാവരിലേക്കും എത്താൻ ശ്രമിച്ചു. ഓക്കെ. അപ്പോ യെസ്. വേറൊരു കാര്യമുണ്ട്, നമ്മൾ മാറിയാൽ മാത്രം പോരാ അല്ലേ? നമ്മളെ ചുറ്റുമുള്ളവരും കൂടെ മാറിയാൽ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അതെ. ഓക്കെ. അവരിൽ മാറി. നമ്മൾ മാറി ആ, പറയും. നമ്മൾ മാറിക്കഴിയുമ്പം അവര് സെയിം ഒരു ഇതിലാ നിക്കുന്നെങ്കില്, ഒരു സെയിം ഫ്രീക്വൻസിയിലാ നിക്കുന്നെങ്കിൽ നമുക്ക് അവരുടെ ആ ഫ്രീക്വൻസിയിലോട്ട് പോകേണ്ടി വരില്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഇതിലോട്ട് എത്തിച്ചേ പറ്റുള്ളൂ. അതെ. അപ്പം അവരോട് പറയാ ഇപ്പോഴും ഇപ്പം എന്നോട് സംസാരിക്കുന്നവരടുത്ത് പറയും, നിന്നോട് സംസാരിക്കുമ്പോ ഭയങ്കര ഒരു റിലാക്സിങ് ഫീലാ എനിക്ക് കിട്ടുന്നേന്ന് രണ്ടൂന്ന് പേര് എന്നോട് പറഞ്ഞു. ഓ, ഓ, ആ. എനിക്ക് പറ്റുമോ അങ്ങനെ അങ്ങനെ ഞാൻ വിചാരിച്ചു. അതിന് എന്റെ സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും സക്സസ് ആണ് എന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഈ ഒരു ക്ലാസ്സിനെ പറ്റിയിട്ട് പല രീതിയിൽ മോശമായിട്ട് ആൾക്കാർ, ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർ കേട്ടോ, അത് ഞാൻ എടുത്തു പറയാം, ഈ ക്ലാസ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ, ഇതിൽ എന്താണ് പഠിപ്പിക്കുന്നത് കംപ്ലീറ്റ് അറിയാത്ത ആൾക്കാർ പെട്ടെന്ന് റിസൾട്ട് മാത്രം കേൾക്കുന്നു. അപ്പൊ ഇതൊക്കെ തട്ടിപ്പാണോ, ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കമന്റ്സ് ചെയ്യുന്നുണ്ട് നമ്മളെ വീഡിയോന്റെ അടിയിൽ. അതുപോലെ തന്നെ നമ്മളോട് അങ്ങനെയുള്ള എൻക്വയറി നടത്തുമ്പോഴും ആൾക്കാർ അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ആദരക്ക് എന്താണ് പറയാനുള്ളത് ക്ലാസ്സിനെ കുറിച്ച്? നമുക്ക് എനിക്ക് പറയാനുള്ളതാണ്, നമ്മൾ ഒരാളെ കാണുമ്പം അയാളുടെ ബാഹ്യമായിട്ട് നമ്മൾ അവരെ കാണാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ അവരെ കാണാൻ രസമില്ല, അവരിങ്ങനെയാണ് എന്ന് പറയുന്നതിനേക്കാളും ഭേദം നമ്മൾ അവരോട് സംസാരിച്ച് ഇന്ററാക്ട് ചെയ്യുമ്പോഴല്ലേ അവരെങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് പറയാനുള്ളത് ക്ലാസ്സിലോട്ട് ഇങ്ങനെ സക്സസ് സ്റ്റോറി പറയുന്നത് ശരിക്കുള്ളതാണ്. പക്ഷെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാലേ അതിന്റെ ശരിക്കുള്ള എന്തെല്ലാം കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ പുറത്തു നിന്ന് പറയുന്നവരോട് ഞാൻ പറയും, വന്ന് കണ്ട് എന്താന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറയും. അതെ. അതില് ആതിരക്ക് ആതിരയുടെ മാറ്റം തന്നെയാണ് കാണിച്ചു കൊടുക്കാനുള്ളത് അല്ലെ? അതിൽ എക്സ്പീരിയൻസ് ചെയ്ത യെസ്, ആളായതുകൊണ്ട് കണ്ടതോ കേട്ടതോ ഒന്നുമല്ല അല്ലെ? എക്സ്പീരിയൻസ് യെസ്. ചെയ്തതാണ് ആതിര പറയുന്നത്. അപ്പൊ ആതിരക്ക് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? മെഡിറ്റേഷൻ ആണോ, ബാക്കിയുള്ള പ്രാക്ടീസസ് ആണോ, സെൽഫ് ലവ് പ്രാക്ടീസ് ആണോ, പ്രെയർ ആണോ, എന്താണ്? ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എല്ലാം പറയണ്ട, എന്നാലും സൂപ്പർഫിഷ്യലായി പറയാം. എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എനിക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മെഡിറ്റേഷനും ഒന്ന് സെൽഫ് ലവ് പ്രാക്ടീസും. ഉം. അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ട് തോന്നുന്ന കാര്യം. ഓക്കെ. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഞാൻ ഒന്നുകൂടി വേർത്താന്നുള്ളൊരു ബിലീവ് എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആതിര ഈ ക്ലാസ്സിലേക്ക് വരുന്നത് തന്നെ ഇസ്രയേൽ പോലുള്ള ആ ഒരു സ്ഥലത്ത് പോയി സെറ്റിലായിട്ട് ഒറ്റയ്ക്ക് അവിടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ടാവും, ഒറ്റപ്പെട്ട ഒരു ഫീൽ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അതുകൊണ്ടല്ലേ ക്ലാസ്സിലോട്ട് വന്നത്? അതിന്റെ പുറമെ കുറെ ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടാവും അല്ലെ? പണ്ട് പണ്ട് ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് നടന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങളും ട്രോമയും ഒറ്റപ്പെടലും ഒക്കെ ഈ ക്ലാസ്സിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റി എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് എനിക്ക് ഒരുപാട് എന്നിൽ മാറ്റിയെടുക്കാൻ പറ്റി. കാരണം നമുക്കൊരു ടൈം എടുക്കും. നമ്മൾ ഇത്രയും നാളും കൊണ്ടു നടന്ന നമ്മുടെ അത്രയും നമ്മൾ ചുമന്നുകൊണ്ട് കിടന്ന സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് കളയാൻ നമുക്ക് പറ്റിയില്ലാത്തതുകൊണ്ട് ഞാൻ കുറെയൊക്കെ മാറി. അതുകൊണ്ട് അത് പ്രോസസ്സ് ഇങ്ങനെ ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോ അതിങ്ങനെ നമ്മള് ശീലായിക്കൊണ്ടിരിക്കും.
എത്രയോ വർഷമായിട്ട് നമ്മളെ ലൈഫിൽ ഉണ്ടായ എക്സ്പീരിയൻസസ് ഒക്കെ മൈൻഡിൽ കിടക്കുകയാണ് അല്ലേ? അത് നമുക്ക് ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ, അല്ലെ 3 മാസമായി ആദ്യം എൻ്റെ കൂടെ, അല്ലെ 4 മാസമായി. അപ്പൊ ഇത്രയും മാസം കൊണ്ട് നമുക്ക് 30 വർഷത്തെ ട്രോമയൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു 80% ആതിര മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യം ഉണ്ടായ ആതിരയേക്കാൾ ആതിര എത്രയോ മാറി. ബാക്കി 100 പേരുള്ള ക്ലാസ്സിൽ വെച്ച് ആതിര അൺമ്യൂട്ട് ചെയ്ത് വീഡിയോ ഓൺ ചെയ്ത് ധൈര്യത്തോടെ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലെ? അപ്പൊ അതിൽ തന്നെ ഞാൻ പ്രൗഡായിരുന്നു. എല്ലാ ദിവസവും ഓരോ സക്സസ് സ്റ്റോറിയും വന്ന് ഷെയർ ചെയ്യാറുണ്ട് അല്ലെ? ചിലപ്പം അത് തന്നെ ആയിരിക്കണം അല്ലെ ബാക്കി എല്ലാ സ്റ്റുഡൻസിൽ നിന്നും ആതിരയെ വ്യത്യസ്തമാക്കുന്നത്. എല്ലാം നമ്മളോട് വന്ന് ഷെയർ ചെയ്യുന്നു. അപ്പൊ സക്സസ് സ്റ്റോറി പറയുന്നതോടൊപ്പം തന്നെ അതിന്റെ കൂടെ തന്നെ ഓരോ ദിവസവും സക്സസ് ആവാനുള്ള ഓരോ സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ? അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ 100 പേരുണ്ട് എന്ന് ഞാൻ അവിടെ ഞാൻ തന്നെ അറിഞ്ഞില്ല അത്രയും പേരുണ്ടോ, അല്ലെങ്കിൽ അത്രയും പേര് കാണുന്നുണ്ടോ എന്ന് ഞാൻ ബോധറായില്ല. അല്ലെ ഇതിനു മുമ്പത്തെ ആതിരയാണെങ്കിൽ ഓ അവര് കേട്ടാ വിചാരിക്കും അയ്യോ എനിക്ക് പറ്റത്തില്ല, അയ്യോ എനിക്ക് അങ്ങനെ ഒരു ക്യാമറയുടെ ഓപ്പൺ ആക്കി ചെയ്യോന്നുള്ള ഇങ്ങനെ ഒരു ചെയ്യാനുള്ള ഒരു ഉം. ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഒരിക്കലും ഞാനത് വിചാരിച്ചില്ല. പക്ഷെ ഓക്കെ, എല്ലാവർക്കും എനിക്ക് അങ്ങനെ പറയാൻ പറ്റി. അങ്ങനെ തന്നെ അത് തന്നെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ പിന്നെ ഇപ്പോഴും പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ഈ ക്ലാസ്സിൽ Yes. വന്നതിന് ശേഷം ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി ഏരിയയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? ആദ്യം ഞാൻ ഹെൽത്തിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഹെൽത്തിൽ, അതായത് മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടായ മാറ്റമാണ്, അതായത് 3 മാസം കൊണ്ട് അല്ലെ? എന്തൊക്കെ മാറ്റമാണ് Yes. ഞാൻ ഭയങ്കര ഇമോഷണലി മെന്റലി ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയും. ചെറിയൊരു കാര്യം കിട്ടിയാൽ ഞാൻ അതേ പിടിച്ച് കരഞ്ഞിട്ടിരിക്കും. ഇവിടെ തന്നെ ആയി പോയതിന്റെ ഒരു വിഷമം അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഞാൻ അങ്ങനെ എനിക്കൊരു ഫീലിങ്സ് മെന്റൽ ഹെൽത്ത് അങ്ങനെ ഞാൻ അങ്ങനെ ഇപ്പൊ ഞാൻ കരയാറേ ഇല്ല എന്നല്ല, ബട്ട് എനിക്ക് വിഷമം ഉണ്ടാവും, അപ്പം കരയും, അതവിടെ തീർന്നു. പിന്നെ എനിക്ക് അങ്ങനെയുള്ളൊരു ഫീലിംഗ് അവിടെ തീർന്നു പോയി. ഓക്കെ ആക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അല്ലെ ഞാൻ പറയും ഓക്കെ ഐഡിയ ഉണ്ട്? എനിക്കത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ്. ആ സിറ്റുവേഷനിൽ അത് അങ്ങനെ വന്നു, ഓക്കെ ഫൈൻ, ഞാൻ ഓക്കെ ആണ് എന്ന് ഞാൻ തന്നെ എന്നെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കും. ഗ്രേറ്റ്. അങ്ങനെ ഇത്രയും ബോൾഡ് ആയല്ലേ ആതിര? ആതിര ആദ്യം വരുമ്പോ ആ കരഞ്ഞ പെൺകുട്ടിയൊന്നും അല്ല അല്ലേ? ചിരിക്കാൻ ഒരുപാട്. പോലും ഞാൻ മാം എപ്പോഴും ക്ലാസ്സിൽ പറയുമായിരുന്നു ചിരിക്കുന്നു. ഞാൻ ചിരിക്കു പോലും ഇല്ലായിരുന്നു. അതെ. അപ്പം ഞാൻ ചിരിക്കാൻ എപ്പോഴും വിഷമിച്ച് ഇങ്ങനെ അയ്യോ അതെന്റെ വിധിയാണല്ലോ അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ച് എപ്പോഴും ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിത്വത്തിൽ ഞാൻ ഭയങ്കരമായിട്ടും മാറി. എനിക്ക് തന്നെ തോന്നാൻ കാരണം ചുറ്റുമുള്ള ആൾക്കാർ എന്നോട് പറയുന്നുള്ളതുകൊണ്ടാ. നീ നിന്നെ വിളിക്കുമ്പോ അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കുമ്പോ ഞാൻ ഭയങ്കര അല്ലെങ്കിൽ കുറച്ചൊരു ഞാൻ ഭയങ്കര സങ്കടത്തിലാ വിളിക്കുന്നെങ്കിൽ നിന്നോട് സംസാരിക്കുമ്പോൾ ഭയങ്കര റിലാക്സ് ആവുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ 100 പേരാണെങ്കിൽ 100 പേരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും ഡേ 1 തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ആഴ്ചയിലും അവർക്ക് ഉണ്ടാവുന്ന മാറ്റം ഞാൻ എല്ലാവരോടും പറയുന്നത് അതാണ്. ഡേ 1 ഒട്ടും ചിരിക്കാത്ത ആൾക്കാർ നിങ്ങൾ നെക്സ്റ്റ് വീക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവരുടെ ഫേസിൽ ഉണ്ടാവുന്ന ഗ്ലോ, അവരുടെ സംസാര രീതി, അവരുടെ ബോഡി ലാംഗ്വേജ് എല്ലാം കംപ്ലീറ്റ് ഷിഫ്റ്റ് ആണ് നടക്കുന്നത് അല്ലെ? ഐഡന്റിറ്റി ഷിഫ്റ്റ് നടക്കുന്നു എന്നാണ് ഞാൻ എല്ലാവരോടും പറയാറ്. അതായത് നിങ്ങളുടെ മോസ്റ്റ് വേർസ്റ്റ് വേർഷനിൽ നിന്ന് നിങ്ങളുടെ ബെസ്റ്റ് വേർഷനിലേക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ എത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ ഏറെക്കുറെ ആതിര ബെസ്റ്റ് വേർഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെ? അപ്പൊ ആതിര ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ക്ലാസ് നെക്സ്റ്റ് മന്തും വരുന്നുണ്ട് അല്ലെ? അപ്പൊ യെസ് മാം. ആൾക്കാർ ചോദിക്കും, ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, മാം ഇത്രയും ക്ലാസ്സിനെ പറ്റി നല്ലത് പറയുന്നു, എന്നിട്ട് ആതിര എന്തിനാ എല്ലാ മാസവും ക്ലാസ്സിലേക്ക് വരുന്നത്? ഒരു മാസം അറ്റൻഡ് ചെയ്താൽ പോരെ? അതിന് അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? ഒരു മാസം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന റൂട്ടീൻ ചിലപ്പോൾ നമുക്കത് ഒരു 14 ദിവസത്തെ ക്ലാസ്സിന് ചിലപ്പോൾ നമ്മൾ ചെയ്തോന്ന് വരും. നെക്സ്റ്റ് 14 ദിവസം നമ്മൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കാര്യം ചെയ്താലേ ആ കാര്യത്തിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പം എനിക്ക് മാറണമെന്ന് എനിക്കൊരു ബോധ്യം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്താലേ എന്നെ കുറിച്ച് ചിലപ്പോൾ എന്നെ കൊണ്ട് അത് ഡിസ്കണക്ട് ചെയ്ത് പോയാലോ എന്നുള്ള ഇതുകൊണ്ട് ഞാനത് ഓക്കെ അടുത്ത മാസത്തോടെ ഞാനത് ചെയ്യും. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതങ്ങനെ ചെയ്തത്.
അപ്പൊ അത്രയും ഈ ക്ലാസ്സിന് ആതിര ലൈഫിൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അല്ലെ? എല്ലാ ക്ലാസ്സിലും വീഡിയോ ഓൺ ചെയ്ത് അറ്റൻഡ് ചെയ്യുന്നു. ഒരു ക്ലാസ്സിൽ പോലും വരാതിരുന്നിട്ടില്ലല്ലോ, എല്ലാ ക്ലാസ്സിലും വരാറുണ്ട്. അപ്പോ പിന്നെ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരുണ്ടല്ലേ, വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരെക്കാളും റിസൾട്ട് കിട്ടുന്നത് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവർക്കല്ലേ? അപ്പം ആതിര Yes. എനിക്ക് തോന്നുന്നു ഏത് ഏത് മാസമാണ് വന്നത്? ഫെബ്രുവരി ആണെന്ന് തോന്നുന്നു അല്ലേ? ഫെബ്രുവരി. ഫെബ്രുവരി തൊട്ട് ഇപ്പം മെയ് ബാച്ച് വരെ ആതിര ഉണ്ടായിരുന്നു. അപ്പം ഓരോ ബാച്ചിലെ സ്റ്റുഡൻസിന്റെ മാറ്റവും ആതിര കാണാറുണ്ടല്ലേ? അപ്പൊ ആതിരക്ക് എന്താ തോന്നാറുള്ളത്? ഇങ്ങനെയൊക്കെ മാറ്റമുണ്ടോ? നമ്മൾ തന്നെ അത്ഭുതപ്പെടാറില്ലേ ചില ക്ലാസ് സക്സസ് സ്റ്റോറി ചില കേൾക്കും? ക്ലാസ്സിൽ സക്സസ് സ്റ്റോറി ഒക്കെ കേൾക്കുമ്പോ വാവ്, ചിലപ്പോ നമുക്ക് ഇങ്ങനെ ഓ എന്റെ ദൈവമേ ഇത്രയും മാറാൻ പറ്റുമോ, നമുക്ക് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് മറ്റുള്ളവരുടെ ഒരു ലൈഫിൽ അവർ സക്സസ് ആയെന്ന് അറിയുമ്പോൾ നമുക്കൊരു ഫീലിംഗ്, ഭയങ്കര ഒരു ഹാപ്പിനെസ് നമുക്കത് ഫീൽ ചെയ്യും. ഓക്കെ ഓക്കെ. നമുക്ക് കിട്ടിയ ഒരു ഫീലിംഗ് പോലെ തന്നെ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവാറ്. അതാണ് അല്ലെ, ഞാൻ നീ ഒന്നാണ്, അല്ലെങ്കിൽ എനർജി ലെവലിൽ നമ്മൾ എല്ലാവരും ഒന്നാണെന്നാണ് നമ്മൾ ക്ലാസ് പഠിക്കുന്നത്. അപ്പൊ ആ ഒരു ഫീലിലേക്ക് എത്താൻ പറ്റി. ഇപ്പൊ ആരോടും ജലസി ഫീലിംഗ് ഇല്ല അല്ലെ, ആരെ പറ്റി മോശമായി ചിന്തിക്കുന്നില്ല. ഇപ്പൊ നല്ല കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ കരിയറിലേക്ക് ഉണ്ടായ മാറ്റങ്ങൾ, ഈ നല്ല ചിന്തകൾ കൊണ്ടുവരുന്നു, നല്ല ഇമോഷൻസ് കൊണ്ടുവരുന്നു, ഇപ്പം നല്ലൊരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കരിയറിൽ ഒബ്വിയസ്ലി മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം ആതിരയുടെ കരിയറിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെ ക്ലാസ്സിന് വന്നതിന് ശേഷം? ഞാൻ കരിയറിൽ ഞാൻ ഭയങ്കര ഒരു സ്റ്റക്ക് ആയിട്ടായിരുന്നു ഇരുന്നത്. കാരണം ഞാൻ ബേസിക്കലി ഞാനൊരു ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനാണ്. അപ്പോ എനിക്ക് ഈ ജോലി എന്ന് പറയാൻ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് ഈ ജോലി ഒട്ടും അഡ്ജസ്റ്റ് ആവുന്നില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റൽ ഫീൽഡിൽ നിന്ന് നമ്മളിങ്ങനെ ഓടി നടന്ന് വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് പെട്ടെന്ന് നമ്മളൊരു റൂമിൽ തളച്ചിടുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉം. ഇതുമായിട്ട് കോപ്പപ്പ് ചെയ്തു പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ദിവസവും കരഞ്ഞ് നിലവിളിച്ച് എനിക്ക് ഇവിടുന്ന് പറ്റുന്നില്ല, എനിക്ക് ഇവിടുന്ന് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്നൊക്കെ എനിക്ക് ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ, എനിക്ക് ഇതാണ് ഓക്കെ, ഞാൻ ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിനുള്ള കുറേ പ്രോസസ്സ് ഞാൻ ഒരു 2022 തൊട്ട് ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ അവിടെ ഇവിടെ ഏജൻസികളിലൊക്കെ എൻക്വയറി ചെയ്ത് ഇങ്ങനെ പുറത്തോട്ട് വേറെ കൺട്രിയിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും എല്ലാം പൈസയൊക്കെ കൊടുക്കും. ഒന്നല്ലെങ്കിൽ അറ്റ് ദി എൻഡ് സ്റ്റേജ് വരുമ്പം ഇമിഗ്രേഷൻ ക്ലോസ് ആയി, അതായി ഇതായി എന്നൊക്കെ പറഞ്ഞ് അത് എന്റെ അടുത്തുനിന്ന് വഴുതി വഴുതി പൊയ്ക്കൊണ്ടേയിരിക്കുക. ഫൈനലി എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ഒരു മാമിന്റെ അടുത്ത് റിവീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പക്ഷെ വേറെ എവിടെയും മൈഗ്രേറ്റ് ചെയ്യാനുള്ളതൊക്കെ ക്ലാസ്സിൽ വന്നതിന് ശേഷല്ലേ ഉണ്ടായത്? ആ, അതെല്ലാം അത് ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് ഇതിനു മുമ്പ് ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് സ്ഥാപനങ്ങളിൽ കൊടുത്തു. ഞാൻ ഈവൻ പൈസ വരെ കൊടുത്ത് സെറ്റാക്കി. പക്ഷെ എല്ലാം ആ ആ പൈസയും പോയി, എല്ലാം പോയി. പക്ഷെ മാമിന്റെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞ്, അതായത് മാ ഏപ്രിലാന്ന് തോന്നുന്നു, ഏപ്രിലാണ് ഞാൻ ആദ്യമായിട്ട്, എനിക്ക് അറിയത്തില്ലാത്ത ഒരു വ്യക്തിയായിട്ട് ഞാൻ വെറുതെ ഞാൻ വിളിച്ചു. അവര് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പം അവരും സമ്മതിക്കുകയില്ല. ഓക്കെ, എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് എനിക്കിത് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പ്രെയർ ചെയ്ത് ആ ചേട്ടന് വേണ്ടി പ്രെയർ ചെയ്ത് പിറ്റേ ദിവസം തന്നെ ആ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു എനിക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റും, നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രോസസ്സ് ചെയ്ത് അത് ഒരു പ്രോസസ്സ് ഇങ്ങനെ ഏത് നടന്നുകൊണ്ടിരിക്കുന്നു. കൺട്രിയിലേക്കായിരുന്നു അത്? അത് അയർലൻഡിലോട്ട്. അയർലൻഡിലോട്ട്. അപ്പോൾ ഇസ്രയേലിൽ സ്റ്റക്കായി നിന്ന പെൺകുട്ടി, ഒറ്റപ്പെട്ട പെൺകുട്ടി, കരഞ്ഞുകൊണ്ട് ഓരോ ദിവസവും കഴിഞ്ഞുകൂട്ടി, ഉറക്കമില്ലാത്ത രാത്രികൾ, അങ്ങനെയുള്ള ഭയങ്കര മോശ അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് ഈ ഒരു ക്ലാസ്സിൽ വന്നിട്ട് പ്രാക്ടീസിലൂടെ ബോൾഡ് ആവുന്നു, സ്ട്രോങ് ആവുന്നു, ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കുന്നു, കോൺഫിഡൻസ് കൂടുന്നു അല്ലേ? അതുപോലെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പം ഒരു വിൽ പവർ അല്ലേ, എനിക്കെല്ലാം നേടാൻ പറ്റുമെന്നുള്ളൊരു ഒരു സ്ട്രെങ്ത് ഉള്ളിൽ വരുന്നു, കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുന്നു, എല്ലാം ഓവറോൾ നല്ലൊരു മാറ്റം ഉണ്ടാവുന്നു അല്ലെ? അപ്പം ഇനി എന്താണ് ആതിരയ്ക്ക് ഗോൾസ് എന്തൊക്കെയാണുള്ളത്? ലൈഫിൽ നേടണമെന്ന് എന്തൊക്കെ ഗോൾസ് ആണുള്ളത്? ഇനി എന്റെ ലൈഫിൽ ഗോൾസ് എന്ന് പറഞ്ഞത് എനിക്ക് അവിടെ എത്തണം. എന്റെ ഒരു എന്താ പറയാ, എന്റെ ഒരു കരിയർ എനിക്ക് അവിടെ ചൂസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിനുവേണ്ടിയാണ് ഞാൻ ഇനി കൂടുതൽ ചെയ്യുന്നത്. കൂടുതൽ എനിക്ക് നല്ലൊരു വ്യക്തി ആയിരിക്കണം. നേരത്തെ എന്നൊക്കെ ഞാൻ പറഞ്ഞ ഭയങ്കരമായിട്ട് ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു, വീട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും.
അതിൻ്റെ അകത്തു നിന്നൊക്കെ മാറി എനിക്ക് കുറച്ചുകൂടി ഒരു പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാരോടും നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാരോടും ഒരു പോസിറ്റീവായിട്ട് സംസാരിക്കാൻ, എല്ലാവർക്കും ഒരു എന്നോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഓവറോൾ അതൊക്കെയാണ് എന്റെ ഇനിയുള്ള ഗോൾ. കുറച്ചുകൂടി നല്ലൊരു വ്യക്തി ആവുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉള്ളത്. പിന്നെ നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ ഗോൾസ് ഒരുപാട് ഉണ്ടാവും, ട്രാവൽ ഗോൾസ് ഉണ്ടാവും, എക്സ്പ്ലോർ ചെയ്യേണ്ടി അല്ലെ. അപ്പം എന്താണ് പറഞ്ഞോളൂ. അതിനേക്കാളും എല്ലാത്തിനും ഇമ്പോർട്ടന്റ് ഞാൻ ആദ്യം എന്റെ ഹയർലൈൻ പ്രോഗ്രാം ഒന്ന് സക്സസ് ആയി എനിക്കൊന്ന് അവിടെ എത്തണം എന്നാണ് എന്റെ ഇപ്പോഴത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോൾ. കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ ഒരു ഇവിടെ ഒരു സിറ്റുവേഷൻ ഒരു ക്രൂഷ്യലാണ്. എല്ലാ വർഷവും ഇങ്ങനെ വാർ ഉണ്ടാവാറുണ്ട്. അപ്പോ നമ്മൾക്കും ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യണം, സെറ്റ് ആവണം. അങ്ങനെ അവിടെ സ്റ്റക്കായിരിക്കുന്ന ആൾക്ക് ഇന്ന് അയർലാൻഡിൽ എത്തും എന്നുള്ളത് ആ ഒരു ഇമാജിനേഷൻ എങ്കിലും മൈൻഡിൽ വരുന്നുണ്ടല്ലോ, ഞാൻ എത്തിച്ചേരും എന്നുള്ള ആ ഒരു ഇത് വരുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഞാൻ ഓൾറെഡി എത്തി അവിടെ. ഞാൻ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എപ്പോഴും കാണുന്നത്. എന്നെ ഒപ്പം പോകാൻ ഉദ്ദേശിക്കുന്ന ചേച്ചിമാരൊക്കെ വിളിക്കുമ്പോ വാറായി, ഇനി എന്നാ ചെയ്യും, എംബസി എല്ലാം ഇപ്പൊ ക്ലോസ് ആണ്, ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ഞാൻ പറയും ചേച്ചി നമ്മളവിടെ എത്തി, നമ്മളവിടെ ജോലി ചെയ്യാ, ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാൻ പറ്റുന്നുണ്ട്. പറയാനല്ല, അങ്ങനെ എത്തും ഞാൻ. അപ്പൊ സെൽഫ് മോട്ടിവേഷൻ മാത്രമല്ല, കൂടെ ഉള്ളവരെയും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. വെരി ഗുഡ്. അപ്പൊ എനിക്ക് അടുത്തത് അറിയാനുള്ളത്, ചോദിക്കാനുള്ളത്, ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ വീട്ടുകാരെ വിട്ട് ഫാമിലിയെ വിട്ട് പുറത്തു പോയി പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത് അല്ലെ. UK പോലുള്ള സ്ഥലങ്ങള്, ജർമ്മനി, US, അതുപോലെ കാനഡ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ പേഴ്സണൽ സെഷനിൽ വരാറുണ്ട് എൻ്റെ, ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? അവർക്ക് ഈ ക്ലാസ്സിൽ വന്ന മാറ്റം ഉണ്ടാകുമോ, അതോ അവർക്ക് മാറാൻ പറ്റുമോ? അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് എന്താണ് ആതിരയ്ക്ക് പറയാനുള്ളത്? ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരിക്കും. നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ ആയ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളിലോട്ട് എത്തുന്നാണ് എനിക്ക് പറയാൻ. ഒരു സെൽഫ് ലവ് നമുക്ക് ഉണ്ടായാൽ, എനിക്ക് ഞാനുണ്ട് എന്നൊരു കോൺഫിഡൻസ് നമ്മൾ തന്നെ കൊടുത്താൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും എന്നാണ് എനിക്ക് ഫീൽ ചെയ്ത്, പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത കാര്യം. ഓക്കെ. അപ്പൊ അവർക്ക് മാറാൻ കഴിയുമെന്ന് ആതിര വിശ്വസിക്കുന്നു. ഓഫ് കോഴ്സ് മാറാൻ പറ്റും. മാറാൻ പറ്റും. ഓക്കെ. അപ്പോ ഡിപ്രഷനിൽ മെഡിസിൻ എടുക്കുന്ന ആൾക്കാരുണ്ടാവും, ഒരുപാട് ഇതുപോലെ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ടും ലൈഫിൽ മാറ്റമൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് എല്ലാവർക്കും തന്നെ ഇങ്ങനെയുള്ള പ്രാക്ടീസിലൂടെ അവരുടെ ബെസ്റ്റ് വേർഷനിലേക്ക് എത്താൻ കഴിയുമെന്ന് ആതിര പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. വെരി ഗുഡ്, യെസ്. വെരി ഗുഡ്. ഇനി ആതിരയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ അച്ചീവ് ചെയ്യാനുണ്ട്. ഇപ്പം ഹെൽത്തിലാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ ആണെങ്കിലും മണി ഏരിയയിലാണെങ്കിലും എല്ലാ ഗോൾസും അച്ചീവ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം ആതിരയ്ക്ക് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി ആതിരയ്ക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഞാൻ ഞാൻ പറയും മാമിന്റെ ക്ലാസ്സിലോട്ട് എന്നെ കാണുന്നവരൊക്കെ ജോയിൻ ചെയ്യണം. കാരണം നമുക്ക് ഭയങ്കര ഒരു ഡിപ്രഷൻ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു ഭയങ്കര സാഡായിട്ടിരിക്കുന്ന, ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് പുറത്ത് കടക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയ വേർഷൻ പറ്റുന്നതാണ് നമ്മുടെ കാര്യം. ഞാൻ പറയും കട്ടായിപ്പോയോ? ക്ലാസ് കാണുന്നവർ കട്ടായിപ്പോയോ, ഒന്നുകൂടെ പറയാമോ? കേൾക്കാം. കേക്കാം, പറഞ്ഞോളൂ. നമുക്കിപ്പം സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് പുറത്ത് കടക്കാനായിട്ട് മാമിന്റെ ക്ലാസ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് എന്നെ കാണുന്നവരൊക്കെ മാമിന്റെ ക്ലാസ്സിന് ചേർന്നാൽ, അങ്ങനെ എന്നെ കാണുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആരൊക്കെയാണോ വിഷമിച്ച്, അല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എനിക്കിനി ഒന്നുമില്ല, അടുത്തത് എനിക്കൊന്നും ചെയ്യാനില്ല, അടുത്തത് എന്റെ മുന്നിൽ ഒരു 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 വഴിയില്ല എന്നുള്ള ഒരു വിധത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, ഉറപ്പായിട്ടും മാമിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ചേഞ്ചസ് ഉണ്ടാവും. ഉറപ്പായിട്ടും ചേഞ്ച് ചെയ്യാൻ അതിന്റെ ട്രൂ പൊട്ടൻഷ്യലിലോട്ട് എത്തിക്കാനായിട്ട് പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. താങ്ക് യു സോ മച്ച് ആതിര. ഇത്രയും നേരം എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിനും നമ്മളെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത്രയും വാല്യുബിൾ ഇൻഫർമേഷൻ പങ്കുവച്ചതിനും ഒത്തിരി നന്ദി. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.